കേരളത്തിൽ ആത്മീയതയുടെയും ഭക്തിയുടെയും കാലഘട്ടമാണ് കർക്കിടകം. രാമായണ മാസം എന്നറിയപ്പെടുന്ന പുണ്യമാസം. നല്ലതു മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ശുദ്ധമായ മനസ്സും ശരീരവും അർപ്പിച്ച് രാമായണ പാരായണം ചെയ്യുന്ന പുണ്യമാസം. മലയാള വർഷത്തിലെ അവസാന മാസവും കർക്കിടകം തന്നെ. പൊൻചിങ്ങത്തെ വരവേൽക്കാനൊരുങ്ങുന്ന കാത്തിരിപ്പ് കൂടിയാണ് ഈ ഒരു മാസക്കാലം. രാമായണ പാരായണവും നാലമ്പല ദർശനവുമാണ് വിശേഷം. നാലമ്പല ദർശനത്തിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ ആദ്യമായി ഞങ്ങൾ മുഴപ്പിലങ്ങാട് നിന്ന് അയ്യപ്പൻകോട്ടയിലെ ഭജന സംഘത്തോടൊപ്പം ആദ്യമായി സന്ദർശിച്ചത് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ്. കണ്ണൂർ ജില്ലയിൽ തിരുവങ്ങാട് ക്ഷേത്രത്തിലെ തിരുവങ്ങാട് ശ്രീരാമക്ഷേത്രവും മാത്രമല്ല, നീർവേലി കൂത്തുപറമ്പ് മട്ടന്നൂർ റൂട്ടിൽ നീർവേലി ആയിത്തറ അളകാപുരിയിൽ നിന്ന് ഇടതോട്ടുള്ള റോഡിൽ 1.5 കിലോമീറ്റർ പിന്നിട്ടാൽ നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും എത്താൻ പറ്റും. അവിടെ നിന്നാണ് നാലമ്പല ദർശനത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. അതുകൂടാതെ തന്നെ ഞങ്ങൾ നാലമ്പല ദർശനത്തിൽ തിരുവങ്ങാട് ദർശനം നടത്തി ഒടുവിൽ വന്നു തോന്നുന്നത് നെർവേലിയിലാണ്. അപ്പോൾ ശ്രീരാമ ദർശനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ശ്രീരാമനെ കാണാൻ തിരുവങ്ങാട് എത്തുമ്പോൾ അവിടെ ശീവേലി നടക്കുന്നുണ്ടായിരുന്നു. തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഭരതക്ഷേത്രം ഇളയാവൂരിലാണ്. വളരെയേറെ അപൂർവതകളുള്ള ക്ഷേത്രമാണ് ശ്രീ ഇളയാവൂർ ക്ഷേത്രം. ഐശ്വര്യവരദാനിയായ ആദിപരാശക്തി ശ്രീ ഭഗവതിയമ്മ കന്നിമൂലയിൽ കിഴക്ക് അഭിമുഖമായ ശ്രീകോവിൽ കുടികൊള്ളുന്ന സങ്കേതമാണിത്. ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ദേവീ ചൈതന്യം കുടികൊള്ളുന്ന സ്ഥാനത്ത് പിൻകാലത്ത് കണ്ണാടി വിഗ്രഹം പ്രതിഷ്ഠിച്ച് ഋഷിതുല്യരായ തന്ത്രിവര്യന്മാരും തപസ്സികളായ യോഗീശ്വരന്മാരും ആരാധിച്ചു വന്നതാണ് ചരിത്രം. കാലക്രമത്തിൽ ശക്തി ചൈതന്യം വളരെയധികം വർദ്ധിച്ചു വരികയും ശത്രുദോഷ നിവാരണത്തിനും സമ്പത്ത് വർധനയ്ക്കും വിജയത്തിനുമൊക്കെയായി ഭക്തജനങ്ങൾ വിദൂര നാടുകളിൽ നിന്നും മറ്റും ഇവിടെ എത്തിച്ചേരുന്നതായി പറയപ്പെടുന്നു. കേരളത്തിൽ വളരെ അപൂർവമായി മാത്രമേ ശ്രീരാമസോദരനായ ഭരതൻ തപസ്സവേഷത്തിൽ ജപമാലയോടുകൂടിയുള്ള പ്രതിഷ്ഠയുള്ളൂ. ശ്രീ ഇളയാവൂർ ക്ഷേത്രത്തിന് പുറമെ ശ്രീ ഭരതദേവന്റെ പ്രതിഷ്ഠയുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ശ്രീ കൂടൽമാണിക്കം ക്ഷേത്രത്തിൽ മാത്രമാണ്. ഹനുമാൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ ശ്രീരാമനായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായ ശ്രീ ഭരതദേവനെ പ്രാർത്ഥിക്കുന്നത് സാക്ഷാൽ പരബ്രഹ്മസ്വരൂപവും സർവേശ്വരനുമായ ശ്രീ മഹാവിഷ്ണുവിനെ പൂജിക്കുന്നതിന് തുല്യമാണ്. ഇളയാവൂരിലെ ഭരതക്ഷേത്ര ദർശനത്തിന് ശേഷം ഞങ്ങൾ എത്തിയത് പെരിഞ്ചേരി വിഷ്ണു ക്ഷേത്രം, അതായത് ലക്ഷ്മണ പ്രതിഷ്ഠയുടെ ക്ഷേത്രത്തിലാണ്. മട്ടന്നൂരിനടുത്തുള്ള ഉരുവച്ചാലിൽ നിന്ന് മണക്കായി റോഡിൽ 2 കിലോമീറ്റർ ദൂരത്തിലാണ് പെരിഞ്ചേരി വിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലക്ഷ്മണ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. 1000-ലേറെ വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ഇതെന്നാണ് വിശ്വാസം. ത്രേതായുഗത്തിൽ ശ്രീരാമലക്ഷ്മണന്മാരുടെ വനവാസകാലത്ത് ഇവിടെ എത്തിയതെന്നാണ് വിശ്വാസം. ശ്രീരാമൻ മാരീചനെ തേടി നീർവേലിയിലും സീതയ്ക്കു കാവൽ നിൽക്കുന്ന രൗദ്രമൂർത്തിയായ ലക്ഷ്മണൻ പെരിഞ്ചേരിയിലുമാണെന്നാണ് കരുതപ്പെടുന്നത്. സീതയുടെ സങ്കല്പമായി കുളത്തുംവാതുക്കൽ ശ്രീ ഭഗവതി കോട്ടവും അറിയപ്പെടുന്നു. അടുത്തത് പായം ശ്രീ മഹാവിഷ്ണു ശക്തൃഘ്ന ക്ഷേത്രത്തിലാണ്. അത് സ്ഥിതി ചെയ്യുന്ന ഇരിട്ടി പേരാവൂർ റൂട്ടിൽ നിന്ന് ജബ്ബാർ കടവ് പാലം കടന്ന് കരിയൽ വഴിയാണ് പായം മഹാവിഷ്ണു ശക്തൃഘ്ന ക്ഷേത്രത്തിലേക്കുള്ള വഴി. ഇരിട്ടി പായഞ്ചേരി മുക്കിൽ നിന്നും 1 കിലോമീറ്റർ പേരാവൂർ റൂട്ടിൽ വന്നാൽ ജബ്ബാർ കടവ് പാലത്തിലെത്താം. അവിടെ നിന്ന് 4 കിലോമീറ്റർ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. വൃത്താകാരത്തിലുള്ള ശ്രീകോവിലാണ് ക്ഷേത്രത്തിനെ വേറിട്ടു നിൽക്കുന്നത്. നൂറ്റാണ്ടുകളായി തകർന്നടിഞ്ഞു പോയിട്ടും ദൈവചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായി പ്രശ്നചിന്തയിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്ഷേത്ര പുനരുദ്ധാരണത്തിനും പ്രതിഷ്ഠയ്ക്കും നടന്നതിന് ശേഷമാണ് കണ്ണൂർ ജില്ലയിലെ നാലമ്പല ദർശന സജീവമായത്. ഭഗവാന്റെ ഒരു കൈയിൽ സുദർശന ചക്രവും അല്പമുയർത്തി യുദ്ധം ജയിച്ചുവെന്ന രാജകീയ ഭാവത്തിലുള്ളൊരു പ്രതിഷ്ഠ. അനുഗ്രഹം തേടിയെത്തുന്ന ഭക്തർക്കെല്ലാം അഭിഷ്ടസിദ്ധി പ്രദാനം ചെയ്യുന്നതായി ഇതിനോടകം തെളിഞ്ഞു കഴിഞ്ഞു. ക്ഷേത്രത്തിൽ എന്നും രാവിലെ 5:30 നട തുറന്ന് 9 മണിവരെ ദർശന സൗകര്യം ഉണ്ടായിരിക്കും. വ്യാഴാഴ്ച വൈകുന്നേരം നട തുറന്ന് സമൂഹാരാധനയും നടക്കുന്നുണ്ട്. കർക്കിടക മാസത്തിൽ ഉച്ചവരെയും വൈകുന്നേരം 5 മണി മുതലും ദർശന സൗകര്യം ഉണ്ട്.
സുദർശന ചക്രത്തിൻ്റെ പ്രതീകമായ ചക്രസമർപ്പണം വിശേഷ വഴിപാടായി ഭഗവാന്റെ തിരുനടയിൽ ഭക്തന് സ്വയം സമർപ്പിക്കാവുന്നതാണ്. കർക്കിടക മാസത്തിലെ പ്രത്യേക നൈവേദ്യമാണ് കടും പായസവും അവൽ പാവും. ഇതിനുശേഷം ക്ഷേത്ര ദർശനത്തിന് ശേഷം വീണ്ടും ശ്രീരാമൻ്റെ സന്നിധിയിലെത്തി തൊഴുതതിന് ശേഷം മാത്രമേ മടങ്ങാവൂ എന്ന ആചാരത്തിൽ തുടർന്ന് നമ്മൾ ആദ്യം തിരുവങ്ങാട് ക്ഷേത്രത്തിലാണ് തൊഴുതിരുന്നത്. പിന്നീട് നമ്മൾ വീണ്ടും കൂത്തുപറമ്പ് നേർവേലിയിലാണ് എത്തിച്ചേർന്നത്. അപ്പോൾ കൂത്തുപറമ്പ് മട്ടന്നൂർ റൂട്ടിൽ നേർവേലി ആയിത്തറ അളകാപുരിയിൽ നിന്ന് ഇടതോട്ടുള്ള റോഡിൽ 1.5 കിലോമീറ്റർ പിന്നിട്ടാൽ നേർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്താം. 4 ഭാഗവും നീരൊഴുക്കുകളാൽ വേലി തീർത്ത പ്രദേശം എന്ന അർത്ഥത്തിലാണ് നേർവേലി എന്ന പേര് വന്നത്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഋഷീശ്വരന്മാരാണ് ഇവിടെ ശ്രീരാമ പ്രതിഷ്ഠ നിർവഹിച്ചതെന്ന് വിശ്വാസം. മറ്റൊരു പ്രത്യേകത, ക്ഷേത്രത്തിനോട് ചേർന്ന് ഭഗവതി സ്ഥാനവും നാഗസ്ഥാനവുമുണ്ട്. ഭാരതത്തിലെ വലിയൊരു ജനവിഭാഗം ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം തേടുന്നത് രാമായണത്തിലാണ്. കഥാപാത്രങ്ങളെയും ജീവിത വഴിയിൽ അവർ തേടുന്ന പ്രതിസന്ധികളെയും താരതമ്യം ചെയ്ത് സ്വയം പരിഹാരം തേടുന്നത് രാമായണത്തോട് ഇക്കൂട്ടർ എത്രമാത്രം അടുത്തിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ഈ പ്രതിഭാസം. രാമായണത്തിൻ്റെ സാമൂഹിക പ്രസക്തിയെ അടിവരയിടുന്നു. ഭൗതിക സുഖത്തിന് പിന്നാലെ പായുന്ന ആധുനിക സമൂഹത്തിന് ഒട്ടേറെ കാര്യങ്ങൾ രാമായണത്തിൽ നിന്നും ഇനിയും പഠിക്കാനുണ്ട്. കേവലമായ ഇന്ദ്രിയ സുഖങ്ങൾക്കുപരി സേവന തൽപരതയിലൂന്നിയ രാമൻ്റെ നിസ്വാർത്ഥ ജീവിതത്തിലൂടെ ആദികവി വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത് നാം ഇനിയെങ്കിലും ഉൾക്കൊള്ളേണ്ടതാണ്. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങളെ ഹരിച്ച് സംശുദ്ധതയുടെ തീർത്ഥം തളിക്കലാണ് രാമായണ പാരായണത്തിലൂടെ കൈവരുന്നത്. ദക്ഷിണായന കാലഘട്ടത്തിൻ്റെ ആരംഭം കൂടിയാണ് കർക്കിടകം. അടുത്ത 1 വർഷത്തേക്ക് മനസ്സ് ശരീരവും ഊർജ്ജസ്വലമായി നിലനിർത്തുവാനുള്ള പ്രവർത്തനങ്ങൾക്കുള്ള സമയം കൂടിയാണിത്. മനസ്സിൻ്റെ സമാധാനത്തിനും സ്വയം നവീകരണത്തിനും രാമായണ പാരായണത്തേക്കാൾ വലുതായി മറ്റൊന്നുമില്ല. അവതാര പുരുഷന് പോലും വിധിയെ തടുക്കാനാവില്ലെന്നും വെല്ലുവിളികൾ നിറഞ്ഞ ജീവിത സന്ദർഭങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നതുമായ വലിയ പാഠമാണ് രാമായണം നൽകുന്നത്. ഇത് മനുഷ്യജീവിതവുമായി കൂടുതൽ അടുത്തു നിൽക്കുന്നതിനാൽ പാരായണം ചെയ്യുന്നവരുടെ മനസ്സ് പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ഊർജം നൽകും. സനാതന സത്യമൊന്നേ ഹരി നാരായണ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ആദി ചൈതന്യമായ ആനന്ദരൂപമായി മായാമയൻ ഹരി നാരായണ. നിത്യദയായ പ്രപഞ്ച സനാതന
പത്മം ചൂടുമറിയതലങ്ങളിൽ പ്രണവസുഗന്ധവും നാരായണ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ 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 നാരായണ. ഭക്തിതൻ പരഭാവ സങ്കല്പമാകുവാൻ നിത്യം നിരാമയൻ നാരായണ. നിഷ്കാമമാം പ്രേമ സംഗീതമായി വിശ്വസത്യം പുലർത്തും